അമിത്ഷായുടെ ആഭ്യന്തരം രാജ്യത്തിന് ഭീഷണിയാണ്. സൈന്യത്തിന് കാവൽ നിന്ന് സുപ്രീം കോടതി. കാര്യം, കഴിഞ്ഞ ദിവസം കൂടി ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹിയിലെ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരിച്ചയച്ച് പോലീസും ബോംബ് സ്ക്വാഡും കാവൽ നിൽക്കുകയായിരുന്നു. ഇതിനു മുൻപും ഇതേ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കേന്ദ്രം ഭരിക്കുന്നവർ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJPയും മോദിയും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഇരട്ട എഞ്ചിൻ സർക്കാരും മണിപ്പൂരിലുണ്ട്. ഇവിടെയൊന്നും ഒരു മനുഷ്യനും സ്വസ്ഥമായി മരണത്തെയും കലാപത്തെയും ഭയക്കാതെ ഉറങ്ങുന്നില്ല. ഇതേ സമയങ്ങളിൽ തന്നെയാണ് കർഷകർ തെരുവിലേക്ക് ഇറങ്ങിയത്. രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും വിശപ്പ് മാറ്റുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ അവരുടെ വിളകൾക്ക് മോദി ഭരണത്തിൽ വരുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന താങ്ങുവിലയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വന്തം വിളകൾക്ക് ഒരു അടിസ്ഥാന വില അത് ഈ കർഷകർക്ക് കിട്ടില്ല. അതുകൊണ്ട് കൂടെയാണ് അവർ രാവും പകലുമില്ലാതെ മണ്ണിൽ പണിയെടുക്കുന്നതിന് പകരം നടുറോഡിൽ സമരവും അത് ഫലം കാണാതായപ്പോൾ പ്രക്ഷോഭവും നടത്തിയത്. ഇപ്പോഴിതാ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ റോഡ് ഉപരോധിക്കുന്നത് തടയണമെന്ന് പറഞ്ഞ് മോദിക്കും അമിത്ഷായ്ക്കും എന്തിന് കേന്ദ്രത്തിന് ഒത്താശ പാടിക്കൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയപ്പോൾ ഒന്നും നോക്കിയില്ല ജസ്റ്റിസ് സൂര്യകാന്ത്, മൻമോഹൻ തുടങ്ങിയവരുടെ ബെഞ്ച് ആ ഹർജി കീറിയെറിയുകയായിരുന്നു. രാജ്യം ഭരിക്കുന്ന BJP ഭരണകൂടം ഈ കർഷകർക്ക് താങ്ങും തണലും നൽകാതിരുന്നപ്പോൾ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന കർഷക സൈന്യത്തിന് കാവൽ നിൽക്കുകയാണ് സുപ്രീം കോടതി. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേന്ദ്ര കൃഷി മന്ത്രിയെ വേദിയിലിരുത്തി കണക്കിന് കൊടുക്കുകയും ചെയ്തിരുന്നു. മോദി നൽകിയ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയ കാർഷിക മന്ത്രിയെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും കർഷകർക്ക് വേണ്ടി രംഗത്തെത്തുന്നത്. കർഷകർ റോഡ് ഉപരോധിക്കുന്നത് മൂലം രോഗികളുമായി പോകുന്ന ആംബുലൻസിന് കടന്നു പോകാൻ പറ്റുന്നില്ല. മറ്റ് യാത്രക്കാരും പ്രതിസന്ധിയിലാവുകയാണ് എന്നൊക്കെയാണ് കേന്ദ്രത്തിന് വക്കാലത്ത് പിടിച്ച് പഞ്ചാബിലെ സാമൂഹിക പ്രവർത്തകനായ ഗൗരവ് ലൂത്ര എന്ന വ്യക്തിയുടെ ഹർജി. ഈ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയതോടെ ജഡ്ജിമാർ വിധി എഴുതി ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ലൂത്രയ്ക്ക് കണക്കിന് കൊടുത്തുകൊണ്ട് ഹർജി തീർത്തും തള്ളുകയാണുണ്ടായത്.